ബെന്യാമിൻ പറയുന്നു ഇത് ഷോർട്ട് ചിത്രീകരിച്ചു, സാറ് പറയുന്നത് അത് ചിത്രീകരിച്ചില്ല, ആടുമായിട്ടുണ്ട്. അതെന്താ ആക്ച്വലി? അല്ല, ആക്ച്വലി ആ ഒരു സീനിനെ കുറിച്ചും സീക്വൻസിനെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് ഞങ്ങളുടെ ഇൻറ്റേർണലി ഒരുപാട് ഡിസ്കഷൻസ് നടന്നിരുന്നു. അപ്പം എൻ്റെ വെരി ബിഗിനിങ് ഇറ്റ്സെൽഫ് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ, ഒരു സിനിമയിൽ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത്തരം ഒരു രംഗം ചിത്രീകരിക്കുന്നതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് സിനിമയിൽ ചിത്രീകരിക്കുന്നതിൻ്റെ പ്രയാസമല്ല, പക്ഷെങ്കിൽ ഒരു മാസ് എന്നെ കാണുന്ന ഒരിക്കലും ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നജീബിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ മാനസിക തലത്തിലൂടെ പോകുന്ന ഒരാളാണ് സിനിമയിലെ നജീബ്. അപ്പം അദ്ദേഹത്തിൻ്റെ നാടും വീടും ഒക്കെ ആയിട്ട് അത്രയധികം മനസ്സുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു 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 മെയിലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു 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 എന്താ പറയുക, കാമം, ത്വര ഒക്കെ ഒരു മൃഗവുമായി ബന്ധപ്പെടുന്നതിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അയാളിലുണ്ടാകുന്ന ചില വൈകൃതങ്ങളും കൂടെ ഉണ്ടാവാം എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ രീതിയിലേക്ക് പോകുമ്പോൾ പിന്നീടുള്ള ഉണ്ടാകുന്ന ഇത് പുസ്തകത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാപ്റ്റർ വേറെയാണ്. ഇതിൻ്റെ മാനസികാവസ്ഥ തുടർച്ചയില്ല. നമ്മളത് ഇപ്പം അദ്ദേഹം ഒരു ആടുമായി ഇണചേർന്നു എന്ന് എഴുതുകയോ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ എഴുതിയിട്ട് അടുത്ത ചാപ്റ്ററിൽ അയാൾ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, ഇത് നമ്മളെ ഭരിക്കുകയോ നമ്മൾ അയാളെ കൊണ്ടുവന്ന്. സിനിമയിൽ അങ്ങനെ ഒരു രംഗത്തിന് ശേഷം അയാളുടെ കുറ്റബോധം കാണാം, അല്ലെങ്കിൽ അയാളുടെ പ്ലഷർ കാണാം, പലത് കാണാം അല്ലേ. അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ സിനിമയ്ക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, പുസ്തകത്തിന് ആ കണ്ടിന്യൂറ്റി, ഇമോഷണൽ കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് ആദ്യം തൊട്ടേ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ഇമോഷൻസിനെ ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും പോയിരുന്നില്ല. കാരണം സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ആ സിനിമയിലൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അയാളിൽ കൂടെ കടന്നു പോകുന്നതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്കതിനെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് അയാൾ ആടുകളോട് ശങ്കരാടി എന്നും EMS എന്നും മോഹൻലാലെന്നും വിളിച്ച് വർത്തമാനം പറയുമ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, അയാൾ അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ എന്തൊരു വൃത്തികേടായിരിക്കും. പക്ഷേങ്കിൽ ഇയാൾക്ക് ആടുകളുമായിട്ടുള്ളൊരു അടുപ്പവും ബന്ധവും ആവശ്യമുണ്ട്. അതിനെ ഏറ്റവും വളരെ ഒരു സർഗാത്മകമായ ഒരു ആവിഷ്കാരമാണ് ഒരാട് ഇയാളുടെ വിഷമഘട്ടത്തിൽ അയാളോട് വന്ന് പറയുന്നതും കരയുന്നതും, ആ ആട് കരഞ്ഞ് മറ്റാടുകൾ. അപ്പം അത് നമ്മൾ ചില കാര്യങ്ങളിൽ ഉള്ള ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രംഗം ചിത്രീകരിക്കുകയോ എന്നതിനെക്കുറിച്ച് അങ്ങനെ ചിത്രീകരിക്കണമെന്നൊക്കെ പറഞ്ഞ ഡിസ്കഷൻസ് വന്നെങ്കിൽ പോലും എൻ്റെ തുടക്കം മുതലേ എനിക്ക് നജീബിനെ അങ്ങനെ ഒരാളായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു പുസ്തകം സിനിമയാക്കുമ്പോൾ പുസ്തകം അതേപടി ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് കരുതുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പുസ്തകത്തിനെ പുസ്തകമായിട്ടും അതിൻ്റെ വായനയുമായിട്ടും സിനിമയുടെ കാഴ്ചയായിട്ടും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തിനാ, നമ്മൾ കാണുന്ന സിനിമ ഇപ്പം മഹാഭാരതം എന്ന് പറയുന്നത് എത്ര തവണ നമുക്ക് എത്ര പേർക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ നമ്മളതിൻ്റെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല, അല്ലെ മുഴുവൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ള. അപ്പം പുസ്തകം നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ പുസ്തകം ഇത് സാധാരണ രീതിയിൽ എന്നേക്കാൾ കൂടുതൽ വായിക്കപ്പെട്ടിട്ടു ഉള്ളതുകൊണ്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇതിന് ഈ പ്രശ്നം വരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എത്രയോ പുസ്തകങ്ങൾ നമ്മൾ സിനിമയാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും പോലും അങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. ഈവൻ പത്മനാഭൻ സാറിൻ്റെ തന്നെ എത്രയോ സിനിമകളിൽ. അപ്പം ഞാനിപ്പോൾ ഓർമ്മ എന്ന് പറഞ്ഞ കഥയിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിട്ടാണ് തന്മാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ചേച്ചിയും പപ്പനും പറഞ്ഞത് സാറിൻ്റെ കഥയുടെ പേര് പോലും സാറിൻ്റെ കഥ വെക്കണ്ടെന്ന് പറഞ്ഞു, ഇൻസ്പയർ ചെയ്തെന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഈ നമ്മൾ കൃത്യം അത് തന്നെ ഇപ്പം നജീബ് ഷുക്കൂർ എന്ന് പറഞ്ഞാൽ നജീബ്
ജീവിച്ചത് അങ്ങനെ തന്നെയാണ് ആ പുസ്തകത്തിലുണ്ടോ എന്ന് വിചാരിക്കുന്നത് എന്തൊരു മണ്ടത്തരം. ഇപ്പം ഈ ഹക്കീമിനെ കുറിച്ച് അന്വേഷിച്ച് കിടക്കുക, അതൊരു ഫിക്ഷനാണോ എന്നുള്ളത് അറിയുന്നില്ല. അപ്പം ഇതിനകത്ത് ഇപ്പം ഇബ്രാഹിം ഖാദരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളല്ല, ഒരു ഹിന്ദിക്കാരനാണ് ശരിക്കുമുള്ള ഷുക്കൂറിനെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലല്ലോ. പുസ്തകം അയാളുടെ ഒരു ഹിസ്റ്ററി എഴുതുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. പുസ്തകത്തെ പുസ്തകമായിട്ട് കാണുക. സിനിമയെ ആ രീതിയിൽ ആസ്വദിക്കപ്പെടുമ്പോഴാണ്. പുസ്തകം അതേ രീതിയിൽ ചെയ്തിട്ടുള്ള സിനിമകൾ പലതും പരാജയമാണ്. വേൾഡ് ക്ലാസിക്കുകൾ ഉൾപ്പെടെ, മാർക്യൂസിൻ്റെ സിനിമകൾ ഉൾപ്പെടെ. അപ്പം അതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഒരു ഫിലിം മേക്കറിൻ്റേതായിട്ടുള്ള ഒരു സർഗാത്മകമായ ഇടപെടലുകൾ നഷ്ടപ്പെടുക ഈ പുസ്തകത്തിൻ്റെ പുറകെ പോകുമ്പോൾ. അതങ്ങനെ തന്നെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത്.